നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ടുള്ള പ്രവാസി ദമ്പതികളായിരുന്നു അവർ. കൊല്ലം കടയ്ക്കലിൽ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള വളരെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയാണ് ഒരു നാട് ഒന്നടങ്കം. കാരണം ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ട് അവർ മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആരുമില്ലാത്ത ആളുകൾക്ക്, സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഒരു കൈത്താങ്ങായിട്ട് നിന്നിരുന്ന പ്രവാസികളായിരുന്ന ദമ്പതികളായിരുന്നു അവർ. സാമ്പത്തികപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു കുടുംബം, 2 മക്കളുടെ അച്ഛനും അമ്മയും, 2 പേരും പ്രവാസികൾ. ആ പ്രവാസികളായ മക്കളുടെ ഒപ്പം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന 2 പേർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നാട്ടിലുണ്ടായിരുന്നു. കൊല്ലത്ത് തിരികെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതിനു ശേഷമാണ് അവർ അന്ന് രാത്രി കിടന്നുറങ്ങിയത്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് മാത്രം കരുതാനുള്ള ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരൊന്നടങ്കം പറയുന്നത്. അപ്പോൾ ആ ആത്മഹത്യ, ആ 2 മരണങ്ങൾ, അത് കൊലപാതകമാണോ എന്നുള്ള സംശയം. ഇനി കൊലപാതകമാണെങ്കിൽ തന്നെ ആരായിരിക്കും കൊലപ്പെടുത്തിയത്? അച്ഛനെയും അമ്മയെയും കണ്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മകൻ പ്രവാസ ലോകത്തേക്ക് തിരികെ പോയത്. അതുവരെ അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരാൾ നിലവിൽ പുറത്തു തന്നെയാണ്. അപ്പോൾ ആ അച്ഛനെയും അമ്മയെയും കാണാൻ മക്കളല്ലാത്ത മറ്റാരോ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആത്മഹത്യയും അതോടൊപ്പമുള്ള ഒരു കൊലപാതകവുമാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കൊല്ലത്തെ കടയ്ക്കലിലുണ്ടായ ദമ്പതികളുടെ മരണത്തിൽ വലിയ ദുരൂഹതകൾ തുടരുകയാണ്. പോലീസിന് പോലും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ദുരൂഹതയുണ്ട്, ഇത് കൊലപാതകമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസ്. ആ തരത്തിലാണ് പോലീസിന്റെ അന്വേഷണവും തുടരുന്നത്. നിലവിലത്തെ സാഹചര്യ തെളിവുകളൊന്നും തന്നെ കൊലപാതകം എന്ന് പറയാൻ ഉറപ്പിക്കാൻ ലഭ്യമായിട്ടില്ല. പറയുന്നത് പോലെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ല, മറ്റ് കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരാളോടും വ്യക്തി വൈരാഗ്യം ഇല്ലാത്തത് കൊണ്ട്, നാട്ടിലെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായ ദമ്പതികളായതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിനും ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കൊല്ലത്തെ ആ നാട്ടുകാർക്ക് ഒന്നടങ്കം ആശങ്കപ്പെടുത്തുന്ന ഒരു മരണവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കടയ്ക്കൽ അഞ്ചുമുക്ക് സ്വദേശികളായിട്ടുള്ള സുഗതൻ, ഭാര്യ ലത എന്നിവരാണ് മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വീടിനുള്ളിലെ കിടപ്പുമുറിയിലാണ് 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങളോളായി വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരുന്ന ഇരുവരും കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇന്ന് തിരികെ വിദേശത്തേക്ക് പോകാനിരിക്കുന്നവർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നതിൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് അവരെ കൊണ്ട് തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ആ ചോദ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തു വരുന്ന സുഗതനും ലതയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവധിക്ക് നാട്ടിലെത്തിയത്. നാട്ടിലെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് വിദേശത്തേക്ക് മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഇവർ. എന്നാൽ യാത്ര തിരിക്കേണ്ട ദിവസം ഇരുവരെയും കിടപ്പുമുറിയിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇരുവരുടെയും മരണത്തിന് നയിച്ച കാരണം എന്താണ് എന്നത് ഇതുവരെ വ്യക്തമല്ല എങ്കിൽ പോലും അതിൽ ചില സംശയങ്ങൾ പോലീസിനുമുണ്ട്. ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഈ മരണത്തിൽ ഉള്ളത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ എല്ലാ വശങ്ങളിൽ നിന്നുള്ള പരിശോധനകളും വേണമെന്നാണ് ബന്ധുക്കളുടെയും ആവശ്യം. സംഭവം അറിഞ്ഞ് കടയ്ക്കൽ പോലീസ് ഉടൻ തന്നെ വീട്ടിലും ആ സമീപ പ്രദേശങ്ങളിലും ഒക്കെ എത്തി പരിശോധനകൾ നടത്തി വരികയാണ്. വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മരണകാരണം കൃത്യമായി കണ്ടെത്താൻ ഫോറൻസിക് വിദഗ്ധരുടെ സഹായമടക്കം തേടിയേക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏറെക്കാലമായി വിദേശത്തായിരുന്നിട്ടും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ദമ്പതികളാണ് ഇവർ എന്നുള്ളത് തന്നെ അവരുടെ ഒരു പ്രവർത്തനം എത്രത്തോളം നല്ലതായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായിട്ട് ഇത്രയും വലിയ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന 2 പേരുടെ മരണം അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെ ഒന്നടങ്കം ആശങ്കയിലായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ആ മരണത്തിന് കാരണം എന്താണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട്, അത് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള നിലയിൽ നാട്ടുകാരും നിലനിൽക്കുകയാണ്. എന്തായാലും ആ വീടിനെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തിക്കൊണ്ടുള്ള 2 മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആത്മഹത്യയോ കൊലപാതകമാണെങ്കിൽ എന്തിനായിരുന്നു എന്നതടക്കമാണ് അറിയേണ്ടുന്നത്.
നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 1-2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു കൊലപാതക വാർത്ത നമ്മൾ കേട്ടതാണ്. അതായത് ഒരു വയോധികൻ മരണപ്പെട്ടു. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്, ചികിത്സയിലായിരുന്ന ഹോം നഴ്സിന്റെ നേതൃത്വത്തിൽ ചികിത്സയിലായിരുന്ന ഒരു വയോധികൻ മരണപ്പെട്ട വാർത്ത നമ്മൾ പുറത്തു കേട്ടു. പക്ഷെ പിന്നീട് വൈകാതെ അവരുടെ ബന്ധുവായിട്ടുള്ള മരുമകളായ സ്ത്രീ രംഗത്തെത്തി സംശയം പ്രകടിപ്പിച്ച് അന്വേഷണം നടത്തിയതോടെ കൂടെ വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. അതായത് വയോധികന്റെ മരണം എന്ന് പറയുന്നത് സ്വാഭാവിക മരണമായിരുന്നില്ല, അതിനപ്പുറത്തേക്ക് കൂടത്തായി മോഡൽ ദുരൂഹതയാണ് ഉണ്ടായിരുന്നത് എന്ന് അവരുടെ ആ ഒരു സംശയത്തിൽ നിന്ന് തെളിഞ്ഞതാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ റിസൾട്ടൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാടാണ് നമുക്കുള്ളത്. ചെങ്ങന്നൂർ പുലിയൂരിലായിരുന്നു അന്ന് അത്തരത്തിലൊരു വയോധികന്റെ മരണം വളരെ ദുരൂഹതയോടെ കേരളം ഒന്നടങ്കം കേട്ടത്. പുലിയൂരിൽ സ്വദേശി യേശുവിന്റെ മൃതദേഹം ഇതിന്റെ ഭാഗമായിട്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വീണ്ടും പുറത്തെടുക്കാനുള്ള തീരുമാനമൊക്കെ നടത്തിയിരുന്നു. മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ച് മകളും മരുമകളും നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന നടത്താനുള്ള തീരുമാനങ്ങൾ എടുത്തത്. കഴിഞ്ഞ മാർച്ച് 24-നാണ് പുലിയൂരിൽ ഓർത്തഡോക്സ് പള്ളിയിൽ യേശുദാസിനെ സംസ്കരിക്കുന്നത്. എന്നാൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള മരണം എന്നതായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ കണ്ട് നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. വീട്ടിലെ ഹോം നഴ്സ് നൽകിയ കേക്ക് കഴിച്ചതിന് പിന്നാലെയാണ് യേശുദാസ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മരണസമയത്ത് യേശുദാസിനെ പരിചരിച്ചിരുന്ന സഹോദരൻ ഗബ്രിയേൽ മാമൻ സ്വത്തുക്കൾ അനധികൃതമായി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങളോടെ പ്രധാനപ്പെട്ടതാണ്. സ്വത്തിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണോ ഇത് എന്നുള്ള സംശയമായി പിന്നീട് പോലീസിന്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് പല ദിവസങ്ങളിലായിട്ട് പോലീസ് അവിടെ എല്ലാം അന്വേഷണങ്ങൾ നടത്തി. എന്തിനേറെ പറയുന്നു, കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തുന്ന തീരുമാനത്തിലേക്ക് ആ കേസെടുത്തി. ആർഡിഒയുടെ സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുമെന്ന് അപ്പോൾ അവരെല്ലാം വിശ്വസിച്ചു. വാർദ്ധക്യ സഹജമായിട്ടുള്ള മരണം എന്ന് കരുതി സംസ്കരിച്ച യേശുദാസിന്റെ മൃതദേഹം ദുരൂഹതകളുണ്ട് എന്ന് ആരോപിച്ച് പുറത്തു വന്നതോടെ ആ നാട്ടുകാരൊന്നടങ്കം ഞെട്ടിയതാണ്. യേശുദാസിന്റെ മരുമകളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹോം നഴ്സിനെയും സ്വന്തം സഹോദരനുമെതിരെ അപ്പോൾ ഒരു അന്വേഷണം അടക്കം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ മാർച്ച് മാസം 24-ാം തീയതിയായിരുന്നു പുലിയൂരിൽ സ്വദേശിയായിട്ടുള്ള യേശുദാസിനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് പുലിയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വൻ ജനപങ്കാളിത്തത്തോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ചടങ്ങുകൾക്ക് പിന്നിൽ മറച്ചു വെക്കപ്പെട്ട ചില രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം പുറത്തു വന്നതോടെ വ്യക്തമായത്. യേശുദാസിന്റെ മകൾ സിജി മാത്യു മരുമകനും നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. മരണ ദിവസം നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിച്ചപ്പോൾ വലിയൊരു ഗൂഢാലോചന ഈ മരണത്തിന് പിന്നിലുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കുകയായിരുന്നു. ഹോം നഴ്സ് നൽകിയ ഒരു കഷ്ണം കേക്ക്, അതായിരുന്നു യേശുദാസിന്റെ അവസാന നിമിഷങ്ങൾക്ക് തുടക്കമിട്ടതത്രേ. കേക്ക് കഴിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ബോധരഹിതനാകുകയും മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്തു. ഇത്രയും വേഗത്തിൽ ഒരാൾ ബോധരഹിതനായി മരിക്കണമെങ്കിൽ ആ കേക്കിൽ എന്തെങ്കിലും മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് പിന്നീട് കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. ദുരൂഹത കേവലം ഒരു ഹോം നഴ്സിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഇതിൽ പിന്നിൽ വലിയൊരു സാമ്പത്തിക താല്പര്യമുണ്ട് എന്നുള്ളതായിരുന്നു പരാതിക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം. യേശുദാസിനെ പരിചരിക്കുന്ന സഹോദരൻ ഗബ്രിയേൽ മാമയ്ക്കെതിരെയായിരുന്നു അത്തരമൊരു വിരൽ ചൂണ്ടിയത്. യേശുദാസിന്റെ പേരിലുള്ള വിലപ്പെട്ട സ്വത്തുക്കൾ ഈ മരണത്തിന് തൊട്ടു മുൻപേ തന്നെ അനധികൃതമായ ആൾ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള നാട്ടുകാരുടെയും സംശയം അതിനൊരു അടിസ്ഥാനമായിട്ട് മാറി എന്നുള്ളതാണ്. ചെങ്ങന്നൂരിലെ നാട്ടുകാരും ഈ പരാതിയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. ഏറെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിലെ ഈ അനിശ്ചിത മരണം അത് നാടിനെ ഒന്നടങ്കം ആശങ്കയിലാക്കി. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രം ഒരു ഹോം നഴ്സിനെ കൂട്ടുപിടിച്ച ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തുമോ എന്നുള്ളതായിരുന്നു നാട്ടുകാരിൽ ഒന്നടങ്കം ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു ചോദ്യം. അത്തരം ഒരു ആശങ്കയിലേക്ക് തന്നെയാണ് ഇപ്പോൾ
ഈ കൊല്ലത്തെ ഒരു മരണ വാർത്തയും നമ്മൾ എത്തിക്കുന്നത്. കാരണം വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു മരണം എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് ഒരു മരണക്കുറിപ്പ് പോലും ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതി വെക്കാതെയാണ് ഇരുവരും മരണപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ട സംശയം ഉണ്ടാകുന്നത്. രണ്ടുപേർക്കും ജീവിതം ജീവിച്ചു തീർത്തു എന്നുള്ള ബോധ്യത്തിലായിരുന്നു ഇത്തരം ഒരു മരണം എങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ ആത്മഹത്യാ കുറിപ്പ് രേഖപ്പെടുത്തുമായിരുന്നു. രണ്ട് മക്കളോടും പറയാനുള്ളത്, അല്ലെങ്കിൽ രണ്ട് മക്കളോടും ഒരു യാത്രയെങ്കിലും ചോദിച്ചിട്ടേ രണ്ടുപേരും മരണപ്പെടൂ എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അതാണ് സാധാരണഗതിയിൽ മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു രീതി. അല്ലെങ്കിൽ മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളതെല്ലാം ഒരു കഷ്ണം കടലാസിൽ രേഖപ്പെടുത്തുന്നത് പതിവാണ്. ആ ഒരു പതിവ് പോലും ഇവിടെ തെറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മരണമാണോ അതോ നിർബന്ധിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്നുള്ള തരത്തിലേക്കാണോ എത്തുന്നത് എന്നതടക്കമുള്ള സംശയമുണ്ട്. സാമ്പത്തികപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. നാട്ടുകാർക്കടക്കം സഹായം നൽകാൻ സാധിക്കുന്ന, സജീവമായിട്ട് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികപരമായിട്ട് അവരെ ജീവനോടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ സ്വത്ത് അല്ലെങ്കിൽ ഇവരുടെ പണം ലക്ഷ്യം കണ്ട് ആരെങ്കിലും നടത്തിയിട്ടുള്ള കൊലപാതകമാണോ ഇത് എന്നുള്ളതടക്കമാണ് ഇനി തെളിയിക്കപ്പെടേണ്ടത്. അതല്ല എങ്കിൽ മറ്റൊരു ചാൻസ് ഉള്ളത് ഈ പറയുന്നത് പോലെ രണ്ട് വൃദ്ധരായിട്ടുള്ള ദമ്പതികൾ താമസിച്ച വീടാണ്. ആ വീട്ടിലേക്ക് ഈ പറയുന്നത് പോലെ വല്ല മോഷ്ടാക്കളും എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അബദ്ധമാണോ ഈ മരണം എന്നുള്ളതടക്കം അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് CCTVകൾ, ഫോൺ റെക്കോർഡ്സ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ദുരൂഹ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിറ്റേന്ന് തിരികെ പ്രവാസ ലോകത്തേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന ദമ്പതികളുമായി ബന്ധപ്പെട്ട് അവരെ വിളിക്കാൻ ആ വീട്ടിലേക്ക് എത്തിയ ഒരു യുവാവ് അവരെ വിളിച്ചിട്ട് വിളി കേൾക്കാത്തതിനെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നതും ഇത്തരത്തിൽ അവരെ മരണപ്പെട്ടതായിട്ട് കണ്ടെത്തുന്നതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രാത്രി എന്താണ് അവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്? സ്വന്തം ജീവനെടുക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം അവരെ തളർത്തിയിട്ടുള്ള കാര്യം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അവരെ കൊലപ്പെടുത്തിയതാണെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്താണെങ്കിലും ഒരു റീസൺ, ആ ഒരു കാരണം അത് തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. നിലവിൽ ഈ സംശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം പല വിധത്തിൽ പോലീസ് നടത്തി വരുന്നു എന്നുള്ളതാണ് വിവരം. എന്തായാലും മക്കളടക്കം ഉടൻ തന്നെ തിരികെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ വാർത്തകൾ കേൾക്കുന്നത് എന്നും പറയേണ്ടി വരുന്നു.